കാമാക്ഷി പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതി പാളി. ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ പാതയോരങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. ഹരിതകർമ്മസേനകൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പഞ്ചായത്തിൽ വ്യാപകമായി പാതയോരങ്ങളിലും വൈദ്യുതി കാലുകൾക്ക് ചുവട്ടിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുന്നുകൂടി കിടക്കുന്നു. പഞ്ചായത്തിലെ പൊതുസ്ഥാപനങ്ങൾ പോലും മാലിന്യ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് രോഗം പകരുന്നതിനും കാരണമാണ്. വർഷകാലം എത്തിയിട്ടും മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുവാൻ കാമാക്ഷി പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഹരിതകർമ്മസേന പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് പല ഭാഗങ്ങളിലും വൈദ്യുതി പോസ്റ്റുകളുടെ ചുവട്ടിലും വഴിയോരങ്ങളിലും അലക്ഷ്യമായി നിക്ഷേപിച്ചിരിക്കുകയാണ്. കൂടാതെ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്ന ചെറുകിട മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിലൊക്കെയും ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയുമാണ്. മാസങ്ങളായി കിടക്കുന്ന മാലിന്യങ്ങൾ വർഷകാലം എത്തിയതോടുകൂടി ഒലിച്ചിറങ്ങി കുടിവെള്ള സ്രോതസ്സുകൾക്കും വഴിയാത്രകർക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ താളം തെറ്റിയെന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണിത്. ജനകീയ ആരോഗ്യ കേന്ദ്രം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് രോഗം പകർത്തുന്നു എന്ന് ഇടുക്കി വിഷൻ ഇന്നലെ വാർത്ത ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരുടെയും ആരോഗ്യവകുപ്പിൻ്റെയും അനാസ്ഥ വീണ്ടും വാർത്തയായി മാറുന്നത്. ഈട്ടിക്കവല പാണ്ടിപ്പാറ റൂട്ടിലും പ്രകാശ് കരിക്കുമേട്, പ്രകാശ് മാറപ്ര തുടങ്ങിയ പ്രദേശങ്ങളിലും വഴിയോരങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. തത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതി കാമാക്ഷി പഞ്ചായത്തിൽ താളം തെറ്റിയിരിക്കുകയാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.